നമസ്കാരം. സക്സസ് കേരള വിജയവഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിജയവഴിയിൽ നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ആൽവിൻ സിവൻസിന്റെ സാരഥിയും യുവ സംരംഭകനുമായ ആൽവിനാണ്. സാധാരണ നിമിഷങ്ങളെ അസാധാരണമായ അനുഭവങ്ങളാക്കി മാറ്റുന്ന ഇവന്റ് പ്ലാനിംഗ് എന്ന കലയെ തന്റെ സംരംഭമാക്കി മാറ്റി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരുടെ ഓരോ ഒത്തുകൂടലുകളെയും മറക്കാനാവാത്ത വിധം മനോഹരമാക്കി കേരളത്തിലെ മുൻനിര ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായി മാറിക്കഴിഞ്ഞ കൊല്ലം സ്വദേശിയായ ആൽവിന്റെ വിജയകഥ നമുക്കറിയാം. സക്സസ് കേരള വിജയവഴിയിലേക്ക് സ്വാഗതം. മിസ്റ്റർ ആൽവിൻ, വെൽക്കം ടു ദ ഷോ. ആൽവിൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ നിന്ന് മുഖത്തലേന്നാണ്. എൻ്റെ പേര് ആൽവിൻ. ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ ഇവൻറ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം ചെയ്യുന്നുണ്ട്. ഫുള്ള് നമ്മളൊരു വെഡ്ഡിങ്ങിനായാലും എന്ത് റിസപ്ഷൻ എന്ത് പ്രോഗ്രാംസ് ആയാലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള ഫുഡായാലും ക്യാമറ, വീഡിയോസ്, സ്റ്റേജ് ഡെക്കോർ, അങ്ങനെ കംപ്ലീറ്റ് ഒരു ഇവൻറ്റ് മൊത്തത്തിലെടുത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വന്നത്? അതിൻ്റെ ടേണിംഗ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ? ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ നടത്തിക്കൊണ്ടിരുന്നത് 30 വർഷമായിട്ട് ഫാദർ നടത്തിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് കോവിഡ് വന്ന് ഫാദറിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത് നടത്തി. അതാണ്. ശരി. ഇപ്പോൾ പൊതുവെ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സ്ട്രഗിളിങ്ങിലൊക്കെ ആയിരിക്കും പലരും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു വാല്യൂ വല്ലതും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നമ്മൾ ഒരു യാതൊരുവിധമായ, ഇപ്പോൾ അറിയാമല്ലോ, ഫുഡിനകത്ത് ഏറ്റവും കൂടുതൽ മെയിൻ നമുക്ക് ആവശ്യം ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ടേസ്റ്റ് കൂടാനായിട്ട് നമ്മളൊന്നും ചേർക്കില്ല. നമ്മൾ നാച്ചുറലായിട്ട് എല്ലാ സാധനങ്ങളായാലും നമ്മൾ ഈ മസാല ഐറ്റംസ് തന്നെ ആയാലും നമ്മൾ പൊടിച്ച് തന്നെ എടുക്കുന്നതാണ്. പിന്നെ വെളിച്ചെണ്ണ, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളിട്ട് ചെയ്യുന്നത്. അപ്പം ഫുഡിൻ്റെ ടേസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇറങ്ങിച്ചെന്ന് പിടിക്കാറില്ല പ്രോഗ്രാംസ് ഒന്നും. നമ്മുടെ ഫുഡ് കഴിച്ച ആ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം തരുന്നത് എല്ലാവരും. പക്ഷെ അത് പൊതുവെ എല്ലാവരും അവരവരെ പ്രൊഡക്റ്റ് നല്ല യൂണീക്കാണെന്ന് പറയും അല്ലേ? ആരും അങ്ങനെ മോശം എന്ന് പറയാറില്ല. ഇല്ല, താങ്കൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന സത്യസന്ധമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ് നിങ്ങളുടെ ഈ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നില്ല എന്ന് പറയാം? അപ്പോൾ കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ പകർത്തുന്നത്? നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം നമുക്ക് തരുമ്പം, അതായത് വിശ്വാസമാണെന്നല്ല, എല്ലാം നമുക്ക് ഒരാൾ പ്രോഗ്രാം തരുന്നത് തന്നെ നമ്മളെ വിശ്വസിച്ചിട്ടാണ് തരുന്നത്. അപ്പം ഈ പ്രോഗ്രാമിൽ മറ്റുള്ളവർ വന്ന് കഴിക്കുമ്പം, അതായത് ഇപ്പം നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പം വേറെ ഏരിയയിൽ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഫുഡ് കഴിക്കുമ്പം ആ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി ആണ് നമ്മളെ എടുത്ത് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഫുഡ് കഴിച്ചിട്ടാണ് മറ്റുള്ളവരിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അവരും അവരുടെ പ്രോഗ്രാംസ്, സ്വന്തമായിട്ടുള്ള ഇവൻറ്റ്സ് എല്ലാം നമ്മളെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ്. അതായത് എൻ്റെ ഫുഡ് കഴിച്ചവർക്ക് നല്ല രീതിയിൽ അറിയാം. അതായത് നമ്മുടെ ഇവന്റ് നമ്മളെ ബുക്ക് ചെയ്തവർക്കും അല്ലെങ്കിൽ എൻ്റെ ഫുഡ് കഴിച്ചിട്ടുള്ളവർക്കും എല്ലാവർക്കും മനസ്സിലാവും. റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഒരുപാടുണ്ട്. അപ്പോൾ പൊതുവെ ഈ ഇവന്റ് മാനേജ്മെന്റിൽ ഇപ്പോൾ താങ്കൾ കൂടുതൽ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഇവന്റ് മാനേജ്മെന്റിൽ ഒരുപാട് മേഖലകൾ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇവന്റുകൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ബിസിനസിന്റെ ഷോകൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലോഞ്ച്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതോ ചെറിയ രീതിയിൽ മാരേജ്, അതുമായി മാരേജ് മാത്രമല്ല, എല്ലാം നമ്മളൊരു ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് വെഡിങ് ആയാലും നമ്മൾ ഈ എല്ലാം ഫുൾ കംപ്ലീറ്റ്ലി ഒരു കൊടക്കീഴിൽ തന്നെ എല്ലാം ആ രീതിയിൽ തന്നെ. ഇപ്പൊ സ്ട്രഗ്ലിംഗ് പീരീഡ് അല്ല നിങ്ങളത്? ഇല്ല, സ്ട്രഗ്ലിംഗ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയാം. ഇപ്പൊ ഫാദറിന് നിങ്ങൾക്ക് ആ ബിസിനസ് ഏറ്റെടുത്തതിന് ശേഷം ആ സ്റ്റേജിൽ നിന്ന് ഒരുപാട് മേലേക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു വർഷം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തില്ലെന്ന് ഒരിക്കലും പറയത്തില്ല. ആദ്യത്തെ ഒരു വർഷം നല്ല രീതിയിൽ ചെയ്ത്, കാര്യം നമ്മളെ തള്ളിക്കളഞ്ഞ അവസ്ഥകളുണ്ട്. അവിടെ നിന്നെല്ലാം നമ്മൾ ഒരു 2-3 വർഷം കൊണ്ട് നമ്മൾ കയറി വന്നു. അത് ശരി. ഇപ്പോൾ നമ്മളൊരു 5 ഒരു നെക്സ്റ്റ് 5 ഇയറോ അല്ലെങ്കിൽ 10 ഇയറോ കണക്ക് കൂട്ടുകയാണെങ്കിൽ താങ്കൾ വളരെ ചെറുപ്പമാണ്. ഇപ്പോൾ ഫാദർ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് കൊണ്ടൊരു ബിസിനസ്സാണല്ലോ ഏറ്റെടുത്ത്. അപ്പോൾ ഇനി വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യണം എന്നാണല്ലോ ആഗ്രഹം. അപ്പോൾ ഒരു 5-10 കൊല്ലം കൊണ്ട് നിങ്ങൾ കാണുന്ന ഒരു വളർച്ച ഏത് തലത്തിലായിരിക്കും താങ്കളുടെ ഈ ബിസിനസ്സിൽ? എൻ്റെ ഇപ്പോഴത്തെ ഒരു എന്ന് പറയുന്നത് എല്ലാ ജില്ലയിലോട്ടും എൻ്റെ ഒരു ബ്രാഞ്ച് കൊണ്ടുവരിക, അതാണ് എൻ്റെ ഒരു ആഗ്രഹം കൂടുതലും. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മാത്രമാണോ? അല്ല, ഞാൻ കൊല്ലം ജില്ലയാണെങ്കിലും നമ്മൾ കോട്ടയം, എറണാകുളം ഈ സൈഡെല്ലാം പോയി ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക്. അപ്പോൾ ഒരു 10 കൊല്ലം കൊണ്ട് നിങ്ങളുടെ വളർച്ച ഉദ്ദേശിക്കുന്നത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനാണ്? തീർച്ചയായിട്ടും. പക്ഷെ അതിനനുസരിച്ചുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ വീണ്ടും സ്ട്രഗിൾ കൂടല്ലേ? കൂടും. സ്ട്രഗിൾ ഇല്ലാതെ ബിസിനസ് ഇല്ലല്ലോ. അത് ശരി. ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ ഈ ഒരു ബിസിനസ്സിൽ? ഫാദർ പറഞ്ഞു നിങ്ങൾ ഫാദറിൻ്റെയാണ് ബിസിനസ് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇൻസ്പിറേഷൻ ആയിട്ട് ആരും ഇല്ലായിരുന്നു പ്രത്യേകിച്ച്. ആൽവിൻ വളരെ ചെറുപ്പമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ബിസിനസ് പ്രത്യേകിച്ച് പഠിച്ചിട്ടാണോ അതോ ഈ മാർഗമധ്യം ഇങ്ങോട്ട് വന്നാണോ? ഇല്ല, ഞാൻ +2 കഴിഞ്ഞപ്പം എൻ്റെ ഫാദർ, എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. കോവിഡ് മൂലമാണ് മരിക്കുന്നത്, ലാസ്റ്റ് കോവിഡ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ
സാഹചര്യം കൊണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ട് ബിസിനസ് ചെയ്യാൻ, എനിക്ക് ഇഷ്ടമുണ്ട്, ഇല്ലെന്ന് പറയില്ല, ശരി ഉണ്ട്. പക്ഷേ ഈ ഫാദറിൻ്റെ നിന്ന് കിട്ടിയ ബിസിനസ് ആണെങ്കിലും ഇപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ, കാരണം ബിസിനസ് എല്ലായ്പ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല, കാരണം സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡിൽ പൊതുവെ അക്സെപ്റ്റൻസ് കുറവാണ് എല്ലാ ജോലിയും പോലെയല്ല. ഇപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതൊരു ബിസിനസ്സിലേക്ക് വരേണ്ടിയിരുന്നില്ല, അത് പഠിച്ചിട്ട് വേറെ ജോലിക്ക് പോയാൽ മതിയായിരുന്നു തോന്നിയോ? ഞാൻ പറഞ്ഞില്ലേ, ഫാദർ മരിച്ചു കഴിഞ്ഞ് ആ ഒരു വർഷം നമ്മളെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. ഏതാ അവനൊരു കൊച്ചിറക്കൻ, അവൻ എങ്ങനെ തീർച്ചയായിട്ടും ആൾക്കാർ ചിന്തിച്ചിട്ടുള്ള കാര്യം, അത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും അവരുടെ ജീവിതത്തിലെ ഒരു കല്യാണം എന്ന് പറയുന്ന ലൈഫിലൊരു ലാസ്റ്റിലത്തെ ഒരു വീട്ടിലൊരു ഏറ്റവും വലിയ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഫംഗ്ഷൻ. അപ്പോൾ ഇത് എനിക്ക് തന്നാൽ എങ്ങനെ ആകും എന്ന് ചിന്തിച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവിടെ നിന്നെല്ലാം എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുള്ളവർ തന്നെ ആണെങ്കിലും പുറത്തുനിന്നുള്ളവർ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവരിങ്ങനെ ഈ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുമ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആ വ്യത്യാസം വന്നു? റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ്. ആൽവിൻ, പൊതുവെ നമുക്കറിയാം എല്ലാ ബിസിനസ്സിൻ്റെയും ഈ നെടുന്തൂൺ എന്ന് പറയുന്നതിൽ ഒരു ഭാഗം അത് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന തൊഴിലാളികളാണ്, നമ്മുടെ ടീമാണ്. അപ്പോൾ ആ ടീമിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്? കാരണം ഈ പ്രത്യേകിച്ച് ഇവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ലൈവായിരിക്കും എപ്പോഴും, അല്ലേ? പൊതുവെ നമ്മളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ ആ ലൈവായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് താങ്കളുടെ വളർച്ചയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരുമായിട്ട് എങ്ങനെയാണ് ഈ ഇടപഴകുന്നത്? എത്രമാത്രം ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്? തീർച്ചയായിട്ടും അവർ എനിക്ക് തരുന്നൊരു എന്ന് പറഞ്ഞാൽ, ഞാൻ തളർന്നിരുന്ന സമയത്തും കൂടുതലും പ്രചോദനം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. അവരെ ഒരിക്കലും ഞാൻ എൻ്റെ സ്റ്റാഫായിട്ടല്ല കാണുന്നത്, അവരെൻ്റെ ഫാമിലി, അടുത്ത ഫാമിലി, ഫ്രണ്ട്സ്. തീർച്ചയായിട്ടും അവരുടെ ഫാമിലി പോലെയാണ് ഞാൻ അവരെ കരുതുന്നത്. അവരാ രീതിയാണ് നമ്മളോട് നിൽക്കുന്നതും. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ഏത് സമയമാണെങ്കിലും നമ്മളോട് വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അവരാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ച. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാർ സപ്പോർട്ട് ഇല്ല എന്നാണോ, അതോ അവരും കൂടി ഉണ്ടോ? സപ്പോർട്ടുണ്ട്, ഒരു ഭാഗം അവരും ഉണ്ട്, ഇല്ലെന്നല്ല. ഏറ്റവും കൂടുതലും അവരാണ് ഇപ്പോൾ നമ്മളോട് നിൽക്കുന്ന ഇവരാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഏത് കാര്യത്തിനാണെങ്കിലും അവരാണല്ലോ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ അതിനകത്ത് കൺട്രോളിങ് മാത്രമാണ്, ബാക്കി എല്ലാം അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും എല്ലാം അവരാണ് ചെയ്യുന്നത്. പിന്നെ ഈ പൊതുവെ നിങ്ങളുടെ ഒരു പാഷൻ കാണുമ്പോൾ അറിയാം ഈ മേഖലയിൽ കുറച്ച് വളർന്നു വലുതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് ഇവന്റുകൾ, വലിയ വലിയ ഇവന്റിന്റെ വലിയ കമ്പനികൾ, വലിയ ഒരുപക്ഷെ ഡീലർമാരായിരിക്കാം, മാനുഫാക്ചറേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ കമ്പനികൾക്ക് ഒരുപാട് പ്രൊഡക്റ്റിന്റെ ലോഞ്ച്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പക്ഷെ അവരൊന്നും താങ്കളുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നാണോ, അതല്ല ഈ ഒരു ഇപ്പൊ പറഞ്ഞ സെഗ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഉയരണം? അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോഴത്തേന് ഇതിപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് വെഡ്ഡിങ് മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്ക് ലോഞ്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല, കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ആരടുത്തും പോയി പരിപാടി ചോദിച്ച് വാങ്ങിച്ച് ചെയ്യുന്നില്ല. കാര്യം ചോദിച്ച് വാങ്ങിച്ച് ചെയ്യുന്നതും നമ്മുടെ ഒരു ഇത് കഴിച്ചല്ലേ, നമ്മുടെ ഒരു ഫുഡ്, ഞാൻ ഏറ്റവും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫുഡാണ്. അപ്പോൾ ആ ഫുഡ് കഴിച്ചിട്ട് കിട്ടുന്നത് രണ്ട് രീതിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഫുഡ് കഴിക്കുക, എൻ്റെ ഫുഡ് കഴിച്ച് കിട്ടുന്നവർക്ക് മാത്രം മതി എന്നുള്ള രീതിയാണ്. പക്ഷെ അതിൽ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ പൊതുവെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞാലും മിക്കവാറും പേര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെഡ്ഡിങ്ങിൽ തന്നെയായിരിക്കും. വെഡ്ഡിങ്ങിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ വെഡ്ഡിങ്ങിൽ തന്നെ നിലനിൽക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമല്ല. കാരണം അത് ഇതിനേക്കാൾ ഇതുകൂടെ ഇതിനോടൊപ്പം തന്നെ ഒരുപാട് വലിയ മേഖല അപ്പുറത്തുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തായിരിക്കും അങ്ങനെ പ്ലാൻ മുമ്പോട്ടുള്ള ഇതിൽ ഞാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ വലിയ ഇവൻറ്റ്സ് ചെയ്യണം, അതായത് ടോപ്പായിട്ടുള്ള ഈ നമ്മുടെ ഈ ഫങ്ഷൻസും കാര്യങ്ങളും, അതായത് ഈ TV ഷോസ്, ലൈവ് ഷോസ് ഒക്കെ നമ്മൾ ഇതിൽ കാണുന്നില്ലേ, അത് കണക്ക് അതിൻ്റെ ഒരു ഫുള്ള് ഒരു സെറ്റിങ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷോ ഇപ്പോൾ ആരെങ്കിലും സമീപിച്ചാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്? തീർച്ചയായിട്ടും 100% നമ്മളതിൽ കോൺഫിഡൻ്റ് ആണ്. പേടിയില്ല, ഡയറക്റ്റ് ഇറങ്ങുക, നേരിട്ടങ്ങ് പോവുക. ആൽവിൻ, പൊതുവെ ഈവന്റ് മാനേജ്മെന്റിൽ പ്രത്യേകിച്ച് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഓരോ വർക്കും ഓരോരുത്തർ ചെയ്യുന്നത്. ചിലപ്പോൾ വെഡ്ഡിങ്ങിൽ തന്നെ ഫോട്ടോഷൂട്ട്, ചിലപ്പോൾ ഒരാൾ, അല്ലെങ്കിൽ പക്ഷെ വീഡിയോ, പിന്നെ മേക്കപ്പ് ഒക്കെ. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഒരു വധുവരന്മാർ ഒരുങ്ങി നിന്നാൽ നിങ്ങളെല്ലാം ആ ഇവന്റിൽ ഉൾപ്പെടുന്ന ഒരു മോഡലാണോ? തീർച്ചയായിട്ടും. നമ്മളിപ്പം ഇതിപ്പോൾ ഒരു പാക്കേജ് ആയിട്ടായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അവർ നമ്മുടെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം അവർ റെഡിയായി നിന്നാൽ മാത്രം മതി. ബ്രൈഡായാലും ഗ്രൂം ആയാലും ഏത് സൈഡാണെങ്കിലും റെഡിയായി നിൽക്കുക. അവരെ നമ്മൾ ഇപ്പോൾ ഏത് സൈഡിലായാലും, ഏത് വെഡ്ഡിങ് ആയാലും, ഹിന്ദു വെഡ്ഡിങ്, ക്രിസ്ത്യൻ വെഡ്ഡിങ്, മുസ്ലിം വെഡ്ഡിങ് ഏതായാലും നമ്മൾ അവരെ ആ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ച് അവരെ ഫുൾ അറേഞ്ച്മെന്റ്സ്, അതായത് കൺട്രോൾ വരെ കംപ്ലീറ്റ്ലി നമ്മൾ തന്നെ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പോൾ താങ്കളുടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് എന്താ? ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ഏൽപ്പിക്കണം, വെഡ്ഡിങ്,
അവർക്ക് എത്രമാത്രം വിശ്വാസത്തിനെന്ന് ഒരു കാര്യമല്ലേ. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിൽ ഒരുപാട് വേറെ കളി ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അവരെ നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ എന്തിനു ഈ കാര്യം തരണം എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയണവര് അതെന്തായിരിക്കും ആ ഒരു 3-4 കാര്യങ്ങൾ? അതിപ്പം അവർക്കിപ്പോൾ എന്താവശ്യമാണേലും ഇപ്പം ഇൻ കേസ് ചിലപ്പോൾ അവർ നോക്കിയിട്ട് കിട്ടാത്തതാണെങ്കിലും നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. എന്തായിരിക്കും അതിപ്പോൾ എനിവേ എന്തായാലും എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ കാണുമല്ലോ നമ്മൾ വെഡ്ഡിങ് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റിൽ എന്തെങ്കിലും അവർക്ക് മിസ്സായതോ അല്ലെങ്കിൽ അവരെ കൊണ്ട് നടക്കാത്തതോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഏത് രീതിയാണെങ്കിലും നമ്മൾ നോ പറയത്തില്ല. അവിടെ ഏത് കാര്യമായാലും നമ്മളത് മുമ്പോട്ട് ചെയ്ത് കൊടുക്കും. അവരുടെ കൂടെ നമ്മൾ കാണും. അവരുടെ ഒരു ഫാമിലിയെ പോലെ തന്നെ നമ്മൾ നിന്ന് നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ അതേ കണക്കുന്ന രീതി അവരോട് നിന്ന് ചെയ്ത് കൊടുക്കും. അലുവിൻ മാരീഡ് ആണോ? അല്ലല്ല. അപ്പോൾ ഒരുപാട് സമയമുണ്ട് ബിസിനസ് നോക്കാൻ. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഈ വർക്കുമായി ബന്ധപ്പെട്ട ഫുൾ ടൈം ഈ വർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണോ? തീർച്ചയായിട്ടും. എപ്പോഴും നമ്മൾ ഫ്രീ ടൈം ആണെങ്കിലും ഇപ്പോൾ ഓഫ് സീസണാണ്. ഇപ്പോൾ നോയമ്പ് ടൈം ആയതുകൊണ്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് പുറത്തോട്ടൊക്കെ പോയി ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നോ എന്ന് നമ്മളിങ്ങനെ പോയി എല്ലായിടത്തും നോക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പം പർച്ചേസ് ആയാലും കാര്യങ്ങളായാലും പുതിയ അപ്ഡേഷനിലോട്ട് എത്തിക്കുക. അത്രേ ഉള്ളൂ. വലിയൊരു സന്തോഷം നമ്മുടെ ഈ ഷോയിൽ പങ്കെടുത്തതിൽ. താങ്ക് യു.